Welcome to our math class. Now we are going to lesson number 2. All of you finish your first lessons works in your text and your notebooks. Okay. Then we are learn a new topic, measurements. Measurements means അളവുകൾ. Okay. നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ അളന്നെടുക്കാറുണ്ട് അല്ലേ? അളവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് സപ്പോസ് നിങ്ങളുടെ ക്ലോത്ത്സ് യൂണിഫോമിൻ്റെ ഡ്രസ്സ് തുണി മുറിക്കുമ്പോൾ നമ്മൾ മീറ്റർ എന്നാണ് അത് കടയിൽ കൊടുത്താൽ 2 മീറ്റർ തുണി വേണം. അപ്പം ലെങ്ത് ആണ് പറയുന്നത്. സോ മീറ്റർ ഇസ് എ മെഷർമെൻറ്റ് ആൻഡ് ഇൻ എ ഷോപ്പ് 1 kg ഷുഗർ, അതായത് 1 കിലോ പഞ്ചസാര. അപ്പം kg 1 കിലോ ഇതൊരു മെഷർമെൻ്റ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അനദർ 1 ലിറ്റർ പാൽ, 1 ലിറ്റർ പാൽ, 1 ലിറ്റർ മിൽക്ക്, 1 ലിറ്റർ. അപ്പോൾ അത് പാലിൻ്റെ ഒരു മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. നിങ്ങൾ പറയുന്നത് 10 കുട്ടികൾ എന്ന് പറയുന്നില്ലേ? അപ്പോൾ ആ കുട്ടികളുടെ എണ്ണം അതൊരു നമ്പേഴ്സ് ആണ്. അതേപോലെ മറ്റുള്ള നമ്മുടെ ജീവനുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ എണ്ണം പറയാറുണ്ട്. അതേപോലെ അളക്കുന്ന സാധനങ്ങൾ അളക്കുന്ന മെഷർ ചെയ്യുന്നതിന് ചില മെഷറിംഗ് യൂണിറ്റ്സുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ചെറിയ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ മെഷർമെന്റ് ഓഫ് ലെങ്ത് ഈസ് എ ഡാഷ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ മെഷർമെന്റ് ഓഫ് ലെങ്ത് ഈസ് ഡാഷ്. ഒരു ലെങ്തിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ. എന്തിനാണ് നമ്മൾ പറയുന്നത്? മീറ്റർ. നമ്മൾ സാധാരണ മീറ്റർ എന്നും പറയാറുണ്ട്, സെന്റിമീറ്റർ എന്ന് പറയാറുണ്ട്, കിലോമീറ്റർ പറയാറുണ്ട്. RE ആണ്. സോറി, സ്പെല്ലിങ്ങിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. METRE. സോ ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുന്നതിന്റെ ബേസിക് യൂണിറ്റ് ഈസ് മീറ്റർ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എഴുതാം. ഫസ്റ്റ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ മെഷർമെന്റ് ഓഫ് length is measurement of length is K meter. Okay. അപ്പോൾ നമ്മൾ ലെങ്ത് നീളം അളക്കുന്നത് മീറ്ററിലാണ്. അതിന്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. മീറ്ററിനേക്കാൾ ചെറുത് സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ഉണ്ട്.
there are 12 kilometers or 10 kilometers maybe. Okay, but then kilometers. So we use, or to measure long distance, we use a unit of length known as kilometer. Kilometers. Okay, kilometers. So to measure long distance, we use a unit of length known as kilometers. Okay, kilometers. So കൂടുതൽ length measure ചെയ്യുന്നത് kilometersലാണ്. So the next one is question number 4. To measure smaller weights. To measure smaller weights. To measure smaller weights, we use the unit. Dash. Weight measure ചെയ്യുന്നത്. Suppose നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു. പഞ്ചസാര. Okay, sugar. How many kilogram? 1 kg or 1 kg means kilograms. 1 kg. So that is smaller weights less than kilogram. Kilogram കുറഞ്ഞു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ 1 കിലോ പഞ്ചസാര മേടിക്കുന്നില്ല, നമ്മൾ കടുക്, small mustard or cumin seed, the like that items we buy with the grams. So smaller, to measure smaller weights we use the unit gram. M or gm, we use the notation gm. Grams. To measure smaller weights, we use the unit grams. അതായത് നമ്മൾ കടുക്, ജീരകം ഇതൊക്കെ ഓരോ കിലോ മേടിക്കുമോ? ഓരോ കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷത്തേക്ക് ഉപയോഗിക്കാൻ കാണിച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് ഗ്രാംസ് ആണ്. വലിയ അളവിലാണെങ്കിലോ കിലോഗ്രാംസ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5. To measure larger weights, we use the unit larger weights ആണ് കൂടുതലാവും kilograms. കൂടുതൽ അരിയൊക്കെ മേടിക്കുമ്പോൾ കിലോഗ്രാം, 25 kilogram, 50 kilogram, that is kg. Kilograms. Okay, so these are the 5 questions. So there are 2 more questions there left. I will write it in the board. Question number 6. The amount of liquid container can hold is called its amount of liquid container. For example, our water bottle. How much water contained in that bottle? That is the capacity of that container. That is the capacity of that container or that bottle. അതായത് നമ്മൾ ഒരു ബോട്ടിൽ എത്ര വെള്ളം ഒഴിക്കാൻ പറ്റും, എത്ര വെള്ളത്തെ അത് ഉൾക്കൊള്ളാൻ പറ്റും ആ ബോട്ടിലിന്, അതിനെയാണ് ആ ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. മീൻസ് അത് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പിക്കകത്ത് 2 ലിറ്റർ വെള്ളം ഒഴിക്കാൻ ഒക്കുമോ? ഇല്ല, ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? 1 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നർ. സോ ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി. സോ 6th question is that the amount of liquid
container can hold is called its capacity. Its capacity. ഒരു കണ്ടെയ്നറിൽ കൊള്ളാൻ പറ്റുന്ന ലിക്വിഡിന്റെ ദ്രവരൂപത്തിലുള്ള വസ്തുക്കളെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. Liquids, the amount of liquids a container can hold is called its capacity. Right? Capacity. The next and the final question is that the standard unit of the measurement of capacity is the standard unit of measure of capacity. ഒരു കപ്പാസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആണ്. നമ്മൾ ലിറ്ററിലാണ് പാലായാലും മിൽക്ക് ഓയിലായാലും ഇൻ കേസ് ഓഫ് മിൽക്ക് ആൻഡ് ഓയിൽസ് വി ബൈ ഇൻ liter, 1 liter, half liter. Okay, its smaller unit is milliliter. 1000 milliliter means 1 liter. Okay, so the standard unit of measurement of capacity is liter. The standard unit of the measurement of capacity is a liter. 1 liter, that is a liter. Okay, 1 liter. Okay, so the standard unit of measurement of capacity is a liter. നമ്മൾ ലിക്വിഡ്സ് ഒക്കെ അതായത് നമ്മൾ ഒരു വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ലിക്വിഡിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആണ്. എന്താണ്? ലിറ്റർ. So once again we discuss the answers. The basic unit of the measurement of length is meter. The basic unit of the measurement of length is a meter. There are 100 centimeters in a meter. There are 100 centimeters in a meter. 1 meter there are 100 centimeters makes a meter. Then to measure long distances we use a unit of length known as kilometers. Then next one is to measure smaller weights we use the unit grams. Smaller units weight in the smaller units measure ചെയ്യുന്നത് grams ലാണ്. Next to measure larger weights we use the unit kilogram. Larger weight kilogram ലാണ് measure ചെയ്യുന്നത്. Then the sixth one is the amount of liquid a container can hold is called its capacity. ഒരു container hold ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് ലിക്വിഡിന്റെ അളവിനെയാണ് അല്ലെങ്കിൽ ആ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. Then seventh one, the standard unit of measurement of capacity is a liter. അപ്പോൾ കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? a liter. Okay. Next exercise 2.1. The glass, fill in the blanks. Okay, right? This glass has 300. This glass has 300 dash of water. Water in which measurement will be the liquids we measure in liter or milliliter. Basic unit of measurement of liquid is called liter. So 300 liter
is km. km. Meter. Meter m. Centimeter. Centimeter is cm. All these are the all measurements. Kilogram kg, gram g, liter l, milliliter ml, kilometer km, meter m, centimeter cm. These are the notations we used for
ഫസ്റ്റ് കിടക്കുന്ന ആ വര തൊട്ട് ഈ 1 വരെയുള്ളതാണ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇതേപോലെ 1 തൊട്ട് ഈ സ്കെയിൽ 30 വരെയാണ്. സോ ദ ലെങ്ത് ഓഫ് ദിസ് സ്കെയിൽ ഈസ് 30 സെന്റിമീറ്റർ. ഓക്കെ റൈറ്റ്. നിങ്ങളുടെ ജോമെട്രി ബോക്സിൽ ഇതിന്റെ പകുതിയുള്ളൂ 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സെന്റിമീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. The distance between my house and school is 2 dash. The distance between my house and school. നിങ്ങളുടെ വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്ര വരും. ഇത്ര ഡിസ്റ്റൻസ് ഉള്ളോ? അല്ല, 2 മീറ്റർ ആണ്. 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങളുടെ ഒരു ടേബിൾ ഇല്ലേ, സ്റ്റഡി ടേബിൾ, ഇതിന്റെ ഈ സ്കെയിലിന്റെ 3 സ്കെയിൽ വെക്കുമ്പോൾ 1 മീറ്റർ ആവും. 6 സ്കെയിൽ, ഇതിൽ ഒരു 6 സ്കെയിൽ നീക്കി വെച്ചാൽ 2 മീറ്റർ ആവും. 6 7 സ്കെയിൽ. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടെ, പക്ഷെ അത്രയും ദൂരമൊന്നും അല്ല നമുക്ക് പറയാം. നമ്മൾ ഏകദേശം എന്താ പറയുന്നത് ഡിസ്റ്റൻസിന്റെ ബേസിക് കിലോമീറ്റർ എന്താണ് ലോങ്ങസ്റ്റ് മെഷർമെന്റ്. നമ്മുടെ ലോങ്ങസ്റ്റ് മെഷറിംഗ് യൂണിറ്റ് ഈസ് കിലോമീറ്റർ. കിലോമീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. 2 കിലോമീറ്റർ. നമ്മൾ നമ്മുടെ വീട് സ്കൂൾ, the distance between our house and the school is 2 kilometer. It is 2 kilometer. Next question number 6. 1 centimeter has 10 dash. 1 centimeter has 10 dash. 10 dash. 1 centimeter has 10 dash. That is 1 centimeter. 1 centimeter is this one. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആ 1 സെന്റിമീറ്റർ ഇടയ്ക്ക് how many small lines are there? നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കുക, എത്ര ചെറിയ വരകളുണ്ടെന്ന് നോക്കുക. നമ്മൾ എണ്ണുമ്പോൾ there are 10 മില്ലിമീറ്റർ. ഈ ചെറിയ ഓരോ വരകൾ സ്മോൾ വരയാണ് മില്ലിമീറ്റർ. 1 millimeter is equal to ഈ ചെറിയ, അതായത് നിങ്ങളുടെ പെൻസിലിന്റെ ഒരു നിബ് ഇങ്ങനെ കുത്താൻ തക്ക അതിന്റെ ആ നിബിന്റെ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും 1 millimeter. 1 centimeter is equal to 10 millimeter. 10 millimeter. Okay, right? 7. Question number 7 is that a small cube of cheese weighs 200 dash. A small cube of cheese. Cheese means എന്താ നമ്മൾ വെണ്ണ എന്നൊക്കെ പറയത്തില്ലേ, നെയ്യ് എടുക്കുന്നതിന് മുമ്പ് എടുക്കുന്ന ചീസ് ബ്രെഡിലൊക്കെ തേക്കുന്നത്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 200 കിലോഗ്രാം ആണ്. ഉണ്ടോ? 200 gram. Small measurements can be measuring gram. Weights can be measuring gram. Smaller. Okay, ചെറിയ വെയിറ്റുകൾ നമ്മൾ ഗ്രാമിലാണ് പറയുന്നത്. വലിയ വലിയ വെയിറ്റുകൾ കിലോഗ്രാം. That is the sack of wheat weighs 10 kilogram. But a small cube of cheese weighs. Cheese-ന് അധികം weight ഇല്ല, so 200 gram. Next question is question number 8 or H. Question number 8. A small bucket can hold
ലിറ്റർ, സോറി 1 മില്ലി ലിറ്റർ വെള്ളം എന്ന് പറയും. മേ ബി എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം ആ മില്ലി ലിറ്റർ ആണോ ഇത് കാണുന്നത്? അല്ല. എത്രയാണ് ഇത്? ഒരു ബക്കറ്റിനകത്ത് ലിറ്റർ, 10 ലിറ്റർ കപ്പാസിറ്റി, 10 ലിറ്റർ കപ്പാസിറ്റി. നിങ്ങൾക്ക് മെഡിസിൻ ഒക്കെ കിട്ടത്തില്ലേ? മെഡിസിൻ്റെ പാരസിറ്റമോൾ സിറപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറപ്പുകളൊക്കെ കിട്ടും. ആ ബോട്ടിലിൽ എഴുതിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കണം. മേ ബി 15 ml അല്ലെങ്കിൽ 20 ml, 50 ml, മാക്സിമം 50 ml വരെ പോകും മരുന്നിൻ്റെയൊക്കെ ബോട്ടിൽ. പിന്നെ അല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയിൽ ക്യാൻ, വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ, എണ്ണ മേടിക്കുമ്പോൾ, പാല് മേടിക്കുമ്പം, മിനറൽ വാട്ടർ, അതിലെല്ലാം എഴുതിയിരിക്കും 1 ലിറ്റർ. ഇനി ശ്രദ്ധിച്ചോളൂ, 1 ലിറ്റർ. ഓക്കെ ഓക്കെ. So smaller unit is milliliter and the bigger unit is liter. So in this class we learned some basic measurements. Don't forget all these short forms. For kilogram what we use? For kilogram we use kg. For gram we use small letter g. Liter L. Milliliter ml. Kilometer km. Meter m. Centimeter cm. Right? Once again, kilogram kg, gram g, liter L, milliliter ml, kilometer km, meter m, centimeter cm. That is, weights can be measured in kilogram and gram. Weight, bharam. And length, neela. Length can be measured in the unit of kilometer, meter, centimeter. Okay? Then capacity of water bottle, capacity can be measured in the unit of liter or milliliter. Capacity liter or milliliter, and weight is kilogram and gram. That's all. നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയൊക്കെയാണ്. ഇതൊന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് some conversions are there. Third question. All of you write all these questions in your notebook. Okay, notebook inathu the ezhudikkanam. Okay, all this exercise 2.1 question number 1 your homework notebook il. Okay, then see you on next